ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവവും ആനയോട്ടവും. ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവം ഇക്കുറി മാർച്ച് 10 തിങ്കളാഴ്ച കൊടികയറി 19-ന് ആറാട്ടോടുകൂടി സമാപിക്കും. ഉത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിലെ സഹസ്ര കലശ ചടങ്ങുകൾ ആരംഭിച്ചു. മാർച്ച് 9-നായിരുന്നു ബ്രഹ്മകലശാഭിഷേകം. ശാന്തിയേറ്റ കീഴ്ശാന്തി തങ്കത്തെടുമ്പ് മാറോട് ചേർത്ത് പിടിച്ച് ഭഗവാനെ എഴുന്നള്ളിക്കും. വാദ്യഘോഷങ്ങളും ഭജനപാടി ഭക്തരും ശിവേലിയെ അനുഗമിക്കും. ആനയെ മാറ്റി നിർത്തിയുള്ള ശിവേലി പണ്ട് നടന്ന ഒരു സംഭവത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന് ആനകളില്ലാതിരുന്ന കാലത്ത് ഉത്സവത്തിന് ആനകളെ നൽകിയിരുന്നത് തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്നാണ്. കൊച്ചി രാജാവിൻ്റെ കീഴിലായിരുന്നു തൃക്കണാമതിലകം. ഗുരുവായൂരാകട്ടെ സ്വാമൂതിരിയുടെ ഉടമസ്ഥതയിലും. രാജാക്കന്മാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഗുരുവായൂർ ഉത്സവത്തിന് ആനകളെ അയക്കണ്ടെന്ന് തൃക്കണാമതിലകം ക്ഷേത്രം തീരുമാനിച്ചു. ഇതോടെ ഗുരുവായൂരിലെ കൊടിയേറ്റ് ദിവസം ആന എത്തിയില്ല. ശിവേലിയും ആനയില്ലാതെ നടത്തി. ആനയില്ലാതെ ശിവേലി നടത്തേണ്ടി വന്നതിൻ്റെ സങ്കടം പ്രാർത്ഥനയായി. ഇത് കേട്ട പോലെ അന്ന് ഉച്ചയായപ്പോൾ കുടമണികൾ കിലുക്കി ഒരു കൂട്ടം ആനകൾ തൃക്കണാമതിലകത്ത് നിന്ന് ഓടിയെത്തി. ഗുരുവായൂരിൽ നടക്കുന്ന പ്രസിദ്ധമായ ആനയോട്ടം ഇതിൻ്റെ ഓർമ്മ പുതുക്കലാണ്. രാവിലെ ആനയില്ല ശിവേലി നടക്കുന്ന സമയം മുതൽ ഉച്ചയ്ക്ക് ആനയോട്ടം നടക്കുന്നത് വരെ ഗുരുവായൂർ ക്ഷേത്രത്തിലോ പരിസര പ്രദേശത്തിലോ ആനകളെ കൊണ്ടുവരില്ല. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അരിയണിയുക എന്ന ചടങ്ങ് നടക്കും. കൊടിമരവും ചുറ്റുപാടും വൃത്തിയാക്കി പത്തുകാർ വാര്യർ ഭണ്ഡാരത്തിന് സമീപം അരിക്കോലമിടുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ആനകളുടെ കഴുത്തിൽ കെട്ടാനുള്ള ചരടിൽ കോർത്ത കുടമണികൾ കോലത്തിൽ അരിമാവ് അണിഞ്ഞതിന് മുകളിൽ വയ്ക്കും. നാഴികമണി 3 അടിച്ചാൽ കണ്ടിയൂർ പട്ടത്തെ നമ്പീശൻ ഈ കുടമണി കൂട്ടമെടുത്ത് മാതമ്പാട്ട് നമ്പ്യാർക്ക് നൽകുകയും അദ്ദേഹം അത് ആനക്കാർക്ക് കൈമാറുകയും ചെയ്യും. കുടമണികൾ ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തെ മഞ്ജുളാൽ തറയ്ക്ക് സമീപം തയ്യാറായി നിൽക്കുന്ന ആനകളുടെ കഴുത്തിൽ കെട്ടും. 12 ആനകൾ ഇങ്ങനെ കുടമണികൾ കെട്ടി നിൽക്കുമെങ്കിലും ഓട്ടത്തിന് 5 ആനകളെ പങ്കെടുക്കുകയുള്ളൂ. ഓട്ടത്തിനുള്ള സ്റ്റാർട്ട് ലൈനിൽ 5 ആനകളെ നിരത്തി നിർത്തിയാൽ ഭക്തരായ കാണികളുടെ ആവേശം വാനോളം ഉയരും. 3 തവണ മാരാർ ശംഖൂതുന്നതോടെ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി ആനകൾ ഓട്ടം തുടങ്ങും. കിഴക്കേ ഗോപുര കവാടം കടന്ന് ക്ഷേത്രത്തിനുള്ളിലെത്തുന്ന ആനയാണ് വിജയി. പിറകെ ഓടിയെത്തുന്ന ആനകളെ അകത്തേക്ക് വിടില്ല. അവ പുറത്ത് പ്രദക്ഷിണമായി വന്ന് വടക്കേ നടപ്പുരയിൽ നിൽക്കും. അപ്പോഴേക്കും മറ്റുള്ള ആനകളെല്ലാം നടന്ന് എത്തുകയും ചെയ്യും. അകത്ത് കടന്ന വിജയിയായ ആനയെ മാരാർ ശംഖു വിളിച്ചും 10കാരായ ചൊവ്വല്ലൂർ വാരിയർ നിറവറ വെച്ചും സ്വീകരിക്കും. 7 പ്രദക്ഷിണം ഓടി ക്ഷേത്രനടയിലെത്തുമ്പോൾ ആന തുമ്പിക്കൈ കൊണ്ട് ഭഗവാനെ വന്ദിക്കും. ഈ ആനയെ ആനയോട്ടത്തിലെ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്യും. പ്രത്യേക പരിഗണനയോടെ ആനയെ ഉത്സവം തീരും വരെ ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ തന്നെ നിർത്തും. ഉത്സവത്തിൻ്റെ ശ്രീഭൂതബലിക്ക് ഭഗവാൻ ഈ ആനപ്പുറത്താണ് എഴുന്നള്ളുക. വൈകിട്ട് 4-ന് ശിവേലി നടക്കും. തുടർന്ന് ദീപാരാധന, പിന്നെ ഉത്സവവുമായി ബന്ധപ്പെട്ട താന്ത്രിക കർമ്മങ്ങളുടെ ചുമതല തന്ത്രിയെ ഏൽപ്പിക്കുന്ന സുപ്രധാന ചടങ്ങായ ആചാര്യവരണം നടക്കും. വിശ്വപ്രസിദ്ധമായ ആനയോട്ടം ആരംഭിക്കുകയായി. ഒരു കാരണവശാലും ഭക്തജനങ്ങൾ ബാധിക്കാതെ പ്രേമിച്ച് വരുമ്പോൾ പഞ്ചാബിൽ നിന്നും ആനയോട്ടം ആരംഭിക്കുകയായി. ഒരു കാരണവശാലും ഭക്തജനങ്ങൾ തെറ്റിദ്ധരിച്ച് വിശ്വപ്രസിദ്ധമായ പുണ്യപ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങായ ആനയോട്ടം
ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ